ദൈവനാമത്തെ ബഹുമാനപ്പെട്ട മാർക്കോസ് പാപ്പ, വൈദികരെ, പ്രിയപ്പെട്ട ദൈവജനമേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുകയാണ്. നഗരസഭയിൽ എല്ലാ ദേവാലയങ്ങളിലും ഇല്ലാത്തതായ ഒരു ശുശ്രൂഷയാണ്. സഭയിലെ മെത്രാപ്പോലീത്തന്മാർ എവിടെയാണോ അവിടെകളിൽ മാത്രമാണ് ഈ ശുശ്രൂഷ സാധാരണ നിർവഹിക്കാറുള്ളത്. അതായത് വലിയ തിയോളജിയും എന്തുകൊണ്ടാണെന്നത് എല്ലാവർക്കും കഴിയാവുന്നതാണ്. വൈദികർക്കും വിശ്വാസികൾക്കും പരസ്പരം കഴിയാവുന്ന ഒരു ശുശ്രൂഷയാണ്. പക്ഷേ നമ്മളത് പ്രതീകാത്മകമായിട്ടാണ് ബിഷപ്പുമാര് മാത്രം ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ആശാശന ആരാധനയിൽ അതിനെ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 2 parts, ഫ്രം Monday to Thursday and from Thursday to Sunday. അങ്ങനെ രണ്ടായിട്ടാണ് ഈ ആഴ്ചയെ വിഭജിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം അതിന് പറയുന്നത് സർവീസ് അറ്റ് ദ ഡോർ എന്നാണ്, വാതിലിലെ ശുശ്രൂഷ. നമുക്കറിയാം, നമ്മുടെ ഈ ആരാധന ക്രമത്തിൽ തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ വാതേ തൽമേനോ എന്നൊരു ശുശ്രൂഷയുണ്ട്. നമ്മൾ പല ദേവാലയങ്ങളിൽ നടത്താറില്ല, ചില ദേവാലയങ്ങളിലൊക്കെ നടത്താം. അത് നടത്തുന്ന സമയം തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയിലാണ്. അത് സൗകര്യാർത്ഥം തിങ്കളാഴ്ച സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് നടത്തുന്ന രീതിയാണ് നമുക്കുള്ളത്. അത് കാർമ്മികരും ശുശ്രൂഷകരും എല്ലാം കൂടി, വിശ്വാസികളെല്ലാം കൂടി പള്ളിക്ക് പുറത്തിറങ്ങി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് പള്ളിയുടെ പടിഞ്ഞാറേ വാതിൽ അടച്ചിട്ടിരിക്കുന്നത് മുട്ടി തുറന്നകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. വാതേ തൽമീനോ എന്നാണ് ആ ശുശ്രൂഷയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അതിന് ലിറ്ററൽ മീനിങ് പുറമോന്തര ശുശ്രൂഷ എന്നാണ്. സർവീസ് അറ്റ് ദ ഹാർബർ എന്നാണ് പറയുന്നത്. ആ ശുശ്രൂഷ പൂർത്തീകരണമാണ് ഈ സമയം വരെ ഉള്ളത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ആ തുറമുഖത്തിലെ ശുശ്രൂഷയുടെ ഏകദേശം പൂർത്തീകരണം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഫീറ്റ് വാഷിംഗ് സെറമണി എന്ന പേരിലാണ് അത് നടക്കുന്നത്. രണ്ടാമത്തെ ശുശ്രൂഷ നാളെയാണ്, അതായത് ഇന്ന് സന്ധ്യയ്ക്ക് ആരംഭിക്കും. ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ വെള്ളി സന്ധ്യയാണ്. വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളാണ്. അതിന് പറയുന്ന പേര് ദ സർവീസ് അറ്റ് ദ ബ്രൈഡൽ ചേംബർ, മണവറയ്ക്കുള്ളിലെ ശുശ്രൂഷ എന്നാണ്. മണവാട്ടിയായ സഭ മണവാളൻ വന്നപ്പോൾ കുട്ടിക്കകത്ത് പ്രവേശിച്ച് മണവാളനോടൊപ്പം മണവറയിൽ പന്തിഭോജനം കഴിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാതേ തൽമീനോ ശുശ്രൂഷയ്ക്ക് വായിക്കുന്ന വേദഭാഗം ബുദ്ധിയുള്ള കന്യകമാരുടെയും വേദഭാഗമാണ്. 25 ബുദ്ധിയില്ലാത്തതുമായ 5 കന്യകമാരുണ്ടല്ലോ. അപ്പോൾ നമ്മളതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ ബുദ്ധിയുള്ളതാണോ ബുദ്ധിയില്ലാത്തതാണോ എന്ന് അവരോട് തന്നെ സ്വയം പരിശോധിച്ച് തിരഞ്ഞെടുക്കേണ്ടതാണ്. ബുദ്ധിയുള്ളവർ മാത്രം അകത്ത് പ്രവേശിച്ച് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഇനിയുള്ള 3 ദിവസങ്ങൾ. മണവറയ്ക്കുള്ളിലെ ശുശ്രൂഷ എന്ന് വിളിക്കാം. പക്ഷെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും വൃത്തിയായി അകത്തേക്ക് പ്രവേശിക്കണം, ശുദ്ധീകരിക്കപ്പെട്ട് പ്രവേശിക്കണം എന്നാണ്. 3 ദിവസത്തെ ശുശ്രൂഷ അങ്ങനെയുള്ളതാണ്. ശുദ്ധീകരണത്തിന് ശേഷം വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രം നടത്തുന്ന ശുശ്രൂഷ. നമ്മുടെ ഈ പുതിയ പരിഷ്കാരങ്ങൾ വന്നപ്പോഴേ ഈ ബുധനാഴ്ച കുമ്പസാരിപ്പിക്കുന്നില്ല പല പള്ളികളിലും. അത് സമയത്തിൻ്റെ ഒരു വിഷയമാണ്. അതുകൊണ്ട് നോമ്പ് കാലത്ത് കുമ്പസാരിക്കാൻ അച്ഛന്മാർ സമയം കൊടുക്കും. പക്ഷേ എൻ്റെ കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ കുമ്പസാരിക്കാൻ ആളുകൾ വരുന്നത് ബുധനാഴ്ചയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബുധനാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ ഭയങ്കര നീണ്ട ക്യൂ ആണ്. നമ്മുടെ അമ്മയപ്പന്മാരുടെ കാലത്ത് അങ്ങനെയാണ്.
ഇങ്ങനെ വന്ന് വഴി വരിയായിട്ട് നിൽക്കുന്നതാണ്. കുമ്പസാരിച്ച് ഇനിയുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് പ്രസാദാഴ്ചയിലെ ശുശ്രൂഷ മുതൽ അങ്ങോട്ടുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാന ഒരുക്കമാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് സഭ വലിയ തിയോളജി എന്നവരോട് പറഞ്ഞിട്ടില്ലെങ്കിലും പൂർവികരെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളാണ് അവരെ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്. കൃത്യമായി പ്രസാദ ബുധനാഴ്ച പള്ളിയിൽ പോയി വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ വേണം മണവറയിൽ പ്രവേശിക്കാൻ എന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഇടവപ്പള്ളി കൊണ്ടോ വെല്ലുവിളിയാണ്. എത്ര പേരെ അവിടെ പോയിരുന്നു എനിക്കറിയാൻ പറ്റും. ആ പള്ളിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിലപ്പോൾ ക്യൂ വളഞ്ഞു തിരിഞ്ഞൊക്കെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് സ്ഥലമില്ലാത്തത് അങ്ങനെ നിന്ന് വിശുദ്ധ കുമ്പസാരം നടത്താനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും കയറി പത്രങ്ങളെ പിടിച്ചത് കൊണ്ട് കുമ്പസാരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുയോഗത്തിക്കാണല്ല, കുർബാന അനുഭവിക്കാനല്ല. പിന്നെ പൊതുയോഗത്തിൽ എങ്ങനെ കയറി പിടിക്കാം, അതുകൊണ്ട് ഒന്ന് നാടകീയമായ അച്ഛൻ മുമ്പിൽ പോയി ഉൾക്കൂത്തി നിന്ന് ഒക്കെ കാര്യം നടത്തി പിന്നെ കൈസാനിയാകാം, സെക്രട്ടറി ആകാം, കമ്മിറ്റി അംഗമാകാം, പിന്നെ വികാരിയാകാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ പോകുന്നത്. എന്നാൽ അങ്ങനെ അല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ദിവസമായിട്ട് വേണം നാം ഇതിനെ കാണുവാനെന്നുള്ളത് സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞു വേണ്ടേ. ശുദ്ധീകരിക്കപ്പെട്ട് അകത്തേക്ക് പ്രവേശിക്കണം. കാലുകൾ കഴുകി അകത്തേക്ക് പ്രവേശിക്കും. നിങ്ങൾക്കറിയാം, കാലുകളിൽ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട വേദവാക്യം ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 13 ആണ്. 1 മുതൽ 20 വരെ ഭാഗം. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 13 വേഴ്സസ് 1 to 20. 13-ാം അധ്യായം 1 മുതൽ 20 വരെ ഭാഗം. അവിടെ ഒരു കാലുകൾക്ക് ശേഷം നടക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് രാത്രി നടത്തിയാൽ, നല്ല രാത്രി നടത്തിയാൽ വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചു. വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുവാനായി ഒരുക്കം ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. There's a need of an ablution എന്നാണ് പറയുന്നത്. ഒരു കുളി ആവശ്യമാണ്. നല്ലതൊരു കുളിച്ച് കയറണം എന്നാണ് അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം അവിടെ നടന്നാണ്. 12 പേരോട് ഒരുമിച്ച് കർത്താവ് ഇങ്ങനെ ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞപ്പോഴേ അവർക്ക് ഒരു ചെറിയ പ്രശ്നം അവരുടെ ഇടയിൽ. അത് കർത്താവിൻ്റെ അടുത്തല്ല അവരത് പറയുന്നത്, പക്ഷെ അവരുടെ ഇടയിലുള്ള തർക്കമാണ്. ഞങ്ങളിൽ ആരാണ് വലിയത്? ഇതാണ് തർക്കം. There was a kind of dispute happened among the disciples and who is the great one among us എന്നുള്ളതാണ്. അത് പത്രോസ് മുതൽ യോഹന്നാൻ വരെ ഇങ്ങനെ മത്സരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരിക്കുകയാണ്. യൂദയ്ക്ക് എല്ലാം ഞാനാണെന്നുള്ള ആഗ്രഹക്കാരനാണ് യൂദ. പത്രോസ് ഒട്ടും മോശമല്ല. പത്രോസ് ഇങ്ങനെ എന്തിനും എടുത്തിയാടി പറയുന്ന ആളാണ്. തോമായും അത്ര മോശമൊന്നുമില്ല. തോമ അഡ്വഞ്ചറസാണ്. നിങ്ങളാരും പിന്നണ്ട, ഞാൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നല്ലൊരു തർക്കം കർത്താവ് അറിയാതെയാണ് നടത്തുന്നത്. ഗുരു അറിയാതെ ശിഷ്യന്മാർ നടത്തുകയാണ്. ഗുരു അറിയാതെ ശിഷ്യന്മാർ നടത്തിയാലും ഗുരു എല്ലാം അറിയുന്നവനാണ്. കാരണം ഗുരു ഈസ് ഗോഡ്. ഗുരു ഈസ് ഒംനിഷ്യന്റ്, ഒംനിപ്രസന്റ്, ഒംനിപൊട്ടന്റ്. അതാണ് ഗുരു. ഗുരു എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും ശക്തിയുള്ളവനും ഒക്കെയാണ് ഗുരു. അങ്ങനെ ഒരു ഗുരുവിനെ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ആളാണ്. കർത്താവ് ഉടനെ തന്നെ അവരോട് പറഞ്ഞു, ഇത് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യജമാനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷക്കാരനായി മാറണം. യജമാനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷക്കാരനായി മാറണം. അത് പറഞ്ഞിട്ട് കർത്താവ് എഴുന്നേറ്റ് പാത്രത്തിൽ വെള്ളമെടുത്ത് 12 പേരുടെയും കാലുകൾ കഴുകി. അതാണ് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റായിട്ട് കാലുകൾ ശുശ്രൂഷയ്ക്ക് കാണുന്നത്. സോ വിശുദ്ധ കുർബാനയിലേക്ക്
പ്രവേശിക്കുന്നതിന് മുമ്പ് കാലുകൾ കഴുകണം. നമുക്കറിയാം, ഈ പുരാതന പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ചത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളിലും അതുപോലെ തന്നെ പഴയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ എന്ന് പറഞ്ഞാൽ പഴയ പാരമ്പര്യം അനുസരിച്ച് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിലും ഒക്കെ ദേവാലയത്തിന്റെ വാതിലുകൾക്കകത്ത് ഒരു ചെറിയ കുളം പോലെ തന്നെ കാണും. ഒന്നുമില്ലെങ്കിൽ ഒരു തൊട്ടിയാണ്. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന വിശ്വാസി ആ തൊട്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് കാലുകൾ കഴുകി വൃത്തിയാക്കി മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാവൂ എന്നുള്ളതാണ്. നമ്മുടെ എത്തിയപ്പേരൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ പള്ളിയോട് ചേർന്ന് ചെറിയ തൊട്ടി പോലെ അവിടെ അത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കാലുകൾ കഴുകി മാത്രമേ അത് കയറുകയുള്ളൂ. നമ്മുടെ ഈ പഴയ പാരമ്പര്യത്തിൽ ഉണ്ടാകുന്നതാണ് എൻ്റെ വിചാരം. നമ്മൾ ഒത്തിരി വൃത്തിയായി എന്ന് തോന്നുള്ളവരായതുകൊണ്ട് നമ്മളിപ്പോൾ പള്ളിപണിയിലൊന്നും അതങ്ങനെ ചേർക്കാറില്ല. അത് മെത്രാന്മാരുൾപ്പെടെ ആരും പറയത്തുമില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര വൃത്തിയുള്ളവരാണ്. അങ്ങനെയുള്ളതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അന്യം നിന്ന് പോകുന്ന ചില കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് വി ആർ ഗോയിങ് ടു പെർഫോം ഹിയർ ഈസ് എ ലിറ്റർജിക്കൽ അബ്ലൂഷൻ. ആരാധനാപരമായ ഒരു വിശുദ്ധീകരണമാണ്, ഒരു കുളിയാണ്, ഒരു വാഷിംഗ് ഓഫ് ദ ഫീറ്റ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 13 വേഴ്സ് 17-21 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വാഷ് യുവർ ഫീറ്റ് at the door before you enter into the holy place. അവിടെ താമ്ര തൊട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു താമ്ര തൊട്ടി, നിങ്ങൾ പിന്നടുത്ത് വായിച്ചാണ്, താമ്ര തൊട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കാല് കഴുകി വൃത്തിയായി വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക എന്നത് ഒരു ദൈവകൽപ്പനയായിട്ട് മോശ വഴി പറയുന്നുണ്ട്. കഴുകാത്ത കാലം കൊണ്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത് എന്നുകൂടി എഴുതിയിട്ടുണ്ട്. Don't enter the holy place without washing your feet എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ അടുത്ത് കർത്താവെ പത്രോസ് ചാടി എഴുതിട്ട് വേണ്ട എൻ്റെ കഴിയല്ലേ എന്ന് പറഞ്ഞു. കഴിയല്ലേ എന്ന് പറഞ്ഞു. കർത്താവ് പെട്ടെന്നൊരു മറുപടി കൊടുത്തു. എന്തായിരുന്നു മറുപടി? നിന്റെ കാലിൽ ഞാൻ കഴിയില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം യാതൊരു പങ്കുമില്ല. നിനക്കൊരു പങ്കുമില്ല. പത്രോസും വിനയമാണ് കാണിച്ചതാണ്. പക്ഷെ കർത്താവ് വിനയത്തെ അടിച്ചെടുത്ത് കിടക്കണം. നിന്റെ കാല് ഞാൻ കഴിയില്ലെങ്കിൽ, നിന്റെ കാല് ഞാൻ കഴിയില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം യാതൊരു പങ്കുമില്ല. പ്രിയമുള്ള ദൈവങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നോട് പറയുന്നത് എനിക്കറിയാം. നല്ലപോലെ കഴുകി ശുദ്ധിയാണ്. ഇറ്റ്സ് നോട്ട് ആൻ എക്സ്റ്റേണൽ അബ്ലൂഷൻ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഇന്റേണൽ അബ്ലൂഷൻ. നമ്മുടെ അകത്ത മനുഷ്യന്റെ വിശുദ്ധീകരണത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാനൊരു സമയമാണ്. If we don't wash ourselves, then we will not have any share with our Lord Jesus Christ. കർത്താവ് പറയുന്നതാണ്. പത്രോസിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മോട് കർത്താവ് ദിനംപ്രതി പറയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് ചിന്തിക്കേണ്ടത് it is an ablution of repentance, forgiveness and purification. Repentance, forgiveness and purification. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാമോദിസ സ്വീകരിച്ചവരാണെന്നാണ് എൻ്റെ വിചാരം. മാമോദിസ സ്വീകരിക്കാത്ത ആരും ഇവിടെ കാണുകയല്ലെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പള്ളിയാണല്ലോ. പള്ളിക്കകത്ത് അങ്ങനെ അല്ലാത്ത ആരും വരുന്നത് വേറാണ്. പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും മാമോദിസ സ്വീകരിച്ചവരാണ്. So those who receive baptism, it is very clear that you are purified, you are sanctified and you are illumined. എന്നിട്ട് നിങ്ങളിലൊക്കെ ഒരു പ്രകാശം കിടപ്പുണ്ട്. അതിന് സംശയമൊന്നുമില്ല. നമ്മൾ ഈ കർത്താവിന്റെ പടത്തിന്റെ തലയ്ക്ക് ചുറ്റും, അതുപോലെ തന്നെ മാതാവിന്റെയും വിശുദ്ധന്മാരുടെയൊക്കെ പടങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശം ഇങ്ങനെ വരച്ചു വെക്കാറുണ്ട്. അതുപോലെ കാണുമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് പോയി കർത്താവിന്റെ പടത്തിന്റെ കഴുത്തിന്റെ അവിടെ ഉണ്ട് ഒരു പട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരിക്കുന്ന വിചാരം എല്ലായിടത്തും ഉണ്ട്. വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ചിത്രങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നേരെ കണ്ണു തുറന്ന് നോക്കാക്കി നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരും അതുണ്ട്. നല്ലോണം നോക്കണം. നല്ലോണം നോക്കാൻ കഴിയാവുന്നതാണ് ഈ അടുത്തിരിക്കുന്ന ആരുടെ മുഖത്തെ പ്രകാശത്തെ കാണാൻ ഒക്കാതെ വരുന്നത്.
അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതും വേണ്ട കാര്യമാണ് റിപ്പന്റൻസ്. നിന്റെ കണ്ണില് വലിയൊരു കോലിരിക്കുമ്പോഴാണ് സഹോദരന്റെ കണ്ണിലെ കാത്തെടുക്കാൻ വേണ്ടി നീ കടന്ന് പാടുപെടുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താ? നീ നിന്റെ കണ്ണിലെ കോലെടുത്ത് കളയണം. വലിയൊരു സാധനമാണ് നിന്റെ കണ്ണിലേക്ക്. അപ്പോഴാണ് ഒരു ചെറിയ പൊടി സഹോദരന്റെ കണ്ണിൽ കിടക്കുമ്പോൾ അതെടുത്ത് കളയാൻ വേണ്ടി നീ കിടന്ന് പാടുപെടുക. അത് വേണ്ട എന്ന് കർത്താവ് വളരെ ശക്തമായി പറയുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രകൃതി കൈകൊണ്ടാൻ പഠിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതി നമുക്കെല്ലാവർക്കും അറിയാം. കൈകൊണ്ടാൻ എന്നാ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരു കൈ മേലോട്ട്, ഒരു കൈ മുമ്പോട്ട്, ബാക്കി 3 വിരലുകൾ എങ്ങോട്ടാണ്? അവരുടെ നെഞ്ചത്തേക്കാണ്. ആര് ചൂടുമ്പോൾ ആ ആട് നെഞ്ചത്തേക്കാണ്. ഒരു കൈ മുകളിലേക്ക് നേരെ ചൂടിപ്പാണ്. ഇല്ലെങ്കിൽ പിന്നെ തിരുവേലി പറഞ്ഞിട്ട് എല്ലാ കൈയ്യിൽ കെട്ടുന്ന ചൂടിക്കളയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചൂടുകാരൊക്കെ ധാരാളം ഈ ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്ത് പ്രകൃതിയെ തിരിപ്പിക്കുന്ന, പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ if you make it properly, it's very clear that your one hand going to heaven, the other hand the other person, and the other 3 fingers will go to yourself. നിങ്ങളിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മേളിലെ കണക്ഷൻ, സഹോദരങ്ങളുടെ കണക്ഷൻ, നമ്മളുമായിട്ടുള്ള കണക്ഷൻ. നമ്മളുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ 3 ഇരിക്കുന്നത്, ബാക്കി ഓരോരുത്തരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. 3 നമ്മളുമായിട്ട് കണക്ഷനാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം മറ്റൊരാളെ കറക്റ്റ് ചെയ്യാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ നാം 3 പ്രാവശ്യം നമ്മെ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. ഒരിക്കലും പുരുഷന്മാർ ഭാര്യമാരുടെ ചൂണ്ടുമ്പോൾ അത് പ്രത്യേകം നോക്കിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടാണ് ചൂണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് സാധാരണ പൊതുവെ. തിരിച്ചങ്ങോട്ടും ഈ ചൂണ്ടുമ്പോഴൊക്കെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചോണം. ഞാൻ 1 ചൂണ്ടുമ്പോൾ ഞാൻ തന്നെ എന്നെ 3 ചൂണ്ടുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടവരുന്ന ഒരു പ്രക്രിയയാണ് ഇത്. കർത്താവ് ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. ശിഷ്യന്മാരുടെ മുഴുവൻ നാട്ടിൽ ഉള്ള കാര്യം പറയാം ഇല്ലേ? ആരാണ് വലിയവൻ എന്നൊക്കെ പറഞ്ഞാൽ തർക്കിച്ചിരിക്കുക. ആ സമയത്താണ് കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ചാടി എഴുന്നിട്ട് വെള്ളം എടുത്ത് എല്ലാത്തിൻ്റെ കാലം കഴുകി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിപരം പണിഷ്മെന്റ് വരുന്നുള്ളൂ. ആലോചിക്കേണ്ട വിഷയമാണ്. ശിഷ്യന്മാരുടെ കാലം കഴിയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് simply an act of humility. Of course, it is an act of humility. But at the same time, it is to give a proper lesson to the disciples. നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോഴും പഠിക്കാറുണ്ട്. എൻ്റെ കൂടെ നടന്നിട്ട് ശരിയാകുന്നില്ല. നിങ്ങൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ്. ശിഷ്യന്മാർക്ക് ക്ലിയറായിട്ട് എപ്പോഴാണെന്നറിയോ? പെന്തക്കോസ്തിന്റെ അനുഭവത്തിലൂടെയാണ്. അതുവരെ അവരുടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ റുഹായുടെ ആവാസം അവരുടെ മേൽ വന്നു കഴിഞ്ഞ് പൂർണ്ണമായി അവർ കർത്താവിനെ പോലെയായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് വേറെ ഉണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ കഠിനമായി ശാസിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു പാഠം കൂടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുദപിക്കുവാനും പാപക്ഷമയ്ക്ക് വേണ്ടി ഞാൻ അതോടെ പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ പാപക്ഷമയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. പാപക്ഷമയ്ക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു അബ്ലൂഷനായി ഇതിനെ കാണണം. എ സിൻഫുൾ വുമൺ വാഷിംഗ് ദ ഫീറ്റ് ഓഫ് അവർ ലോർഡ് വിത്ത് ഹർ ടീയേഴ്സ്. നമുക്കറിയാം, ഒരു നല്ല സ്ത്രീ, ഒരു എല്ലാവരും ഭാവിയെ വിളിച്ചൊരു സ്ത്രീ, ശീമോൻ എന്ന് പറയുന്ന ഒരു വലിയ ആളിനെ വീട്ടിൽ വന്ന് കർത്താവിന് മുമ്പായി എണ്ണയും കൊണ്ടൊക്കെയാണ് പറഞ്ഞത്. എണ്ണയും കൊണ്ട് വന്നു. പക്ഷെ അവിടെ കരഞ്ഞ് അവിടെ കണ്ണുനീർ കൊണ്ട് കർത്താവിന്റെ കാല് കഴുകി, അവരുടെ മുടി കൊണ്ട് കർത്താവിന്റെ കാല് തുടച്ചു. പിന്നെ അവിടെ തൈലം കൊണ്ടുവന്നു കുറിച്ചി എന്നാണ് എഴുതി അല്ലേ? So as a people of God, we need to wash the feet of our Lord with our tears. നമ്മുടെ കർത്താവിന്റെ കാല് കഴുകേണ്ടത് കണ്ണുനീര് കൊണ്ടാണ്. നമ്മുടെ അനുതാപം കണ്ണുനീര് കൊണ്ടാണ്, വേദന കൊണ്ട് നാം നമ്മുടെ കർത്താവിന്റെ കാല് കഴുകുന്ന ആളുകളായി മാറണം. ആ സ്ത്രീയെ പോലെ അവിടെ നിന്ന് ശീമോൻ, വീട്ടിലുള്ളവരാണ് ശീമോന് അന്നേരം വേറെ സമയം കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. കർത്താവ് തിരിച്ച് ശീമോനെ ഒരു നോട്ടം നോക്കിയിട്ട് ശീമോന് കൊടുത്തരാൻ. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്.
ശീമോൻ കൊടുത്തത് അവരുടെ പാപങ്ങൾ കംപ്ലീറ്റ്ലി മോചിക്കപ്പെട്ടു. അവരുടെ വിശ്വാസമാണ് വിശ്വാസത്തേക്കാൾ 7 ഇരട്ടി വലുത്. അവരുടെ പാപം കംപ്ലീറ്റ്ലി മോചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്ത് മനോഹരമായ കാഴ്ചയാണ്. ഒരു സ്ത്രീ സ്വന്തം കണ്ണുനീർ കൊണ്ട് കർത്താവിൻ്റെ പാദവീഴം കഴുകുകയും തൻ്റെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ കാല് മുടക്കി വീണ്ടും കൊണ്ടുവന്ന എണ്ണ കൊണ്ട്, അത് വിശുദ്ധീകരണ പ്രക്രിയ, എണ്ണ കൊണ്ട് കർത്താവിൻ്റെ പാദവീഴത്. സത്യത്തിൽ ഇതാണ് ഫീറ്റ് വാഷിംഗ്. ഇതാണ് ഫീറ്റ് വാഷിംഗ്. ഇതാണ് പാദപ്രക്ഷാളനം എന്ന് മലയാളത്തിൽ പറയുന്നത്. കാലുകളിൽ ശുശ്രൂഷായിരുന്ന അവസാനത്തിലാണ്. നിങ്ങൾ ഇതിനെ ഒരു ചടങ്ങായി കാണരുത് എന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. We have to exercise it, perform it in our day-to-day life. എല്ലാവരും രാവിലെ ഞാൻ കൊണ്ടിട്ട് കാലുകളെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഹൃദയം കൊണ്ട് മറ്റുള്ളവരുടെ കാലുകളെ കഴുകുവാനായിട്ട് നമുക്കിടയാണ്. വീണ്ടും കാണുന്ന കാഴ്ച ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 18-ലാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ഏഞ്ചൽസ് ജസ്റ്റ് വിസിറ്റ് എബ്രഹാം. ദൂതന്മാര് അബ്രഹാമിനെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ അബ്രഹാം വളരെ ഭംഗിയായിട്ട് അവരുടെ കാലുകൾ കഴുകി അവരെ സ്വീകരിച്ചിരുത്തി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത കഥയൊക്കെ നാം വായിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് അതിഥി സൽക്കാരം. അതിഥി സൽക്കാരം. സോ ഫീറ്റ് വാഷിംഗ് ഈസ് എ സിംബൽ ഓഫ് ഹോസ്പിറ്റാലിറ്റി. വിനയത്തിന്റെ മാതൃകയിൽ നടത്തുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റാലിറ്റി. കർത്താവിന്റെ യഹോവയുടെ ദൂതനാണ്, വിശുദ്ധ തൃത്വത്തിന്റെ സിംബലാണ് ഈ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വന്നത് എന്ന് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിതാപുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവമാണ് അബ്രഹാമിനെ സന്ദർശിച്ചത് മനുഷ്യരൂപത്തിൽ. അങ്ങനെ ഒരു ഐക്യം നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ട്. അബ്രഹാം അവരുടെ കാലുകൾ കഴുകി അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്തതായ കഥ, ഒരു വലിയ വിപത്ത് സോദോമിലുണ്ടാകാൻ പോകുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതിൽ പറയുന്ന പേരാണ് ഹോസ്പിറ്റാലിറ്റി. ഫീലക്സീനോസ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന പിതാവിന്റെ പേര് എന്തുവായിരുന്നു? ഫീലക്സീനോസ് എന്നായിരുന്നു. ഫീലക്സീനിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹോസ്പിറ്റാലിറ്റി ടു സ്ട്രേഞ്ചേഴ്സ് എന്നാണ്. അതിഥി സൽക്കാരം. അറിയാൻ മേലാത്ത സ്വന്തം വീട്ടുകാരെ വിളിച്ചു കൊടുക്കുന്നതല്ല, തിരുമേനിയെ വിളിച്ചു കൊടുത്തിട്ട് 25 കരുതരുന്ന നല്ല വിഷയം. പിന്നെയോ അറിയാൻ മേലാത്തവർക്ക് എന്ത് ചെയ്യണം? അവരിതർക്ക് ഭക്ഷണം വിളമ്പണം എന്നുള്ളതാണ്. അതാണ് അവിടെ അബ്രഹാം ചെയ്തത്. ജെനസിസ് 43 വീണ്ടും നാം വായിക്കുന്നുണ്ട്. ധാന്യം കൊള്ളാൻ വന്ന സഹോദരന്മാരുടെ കാലുകൾ കഴുകാനായിട്ട് നേരത്തെ വെക്കപ്പെട്ട സഹോദരൻ തയ്യാറാകുന്ന കഥ. യോസേഫ് അറിയുന്നില്ല, യോസേഫിന് അറിയാം, പക്ഷെ മറ്റവർക്ക് അറിയത്തില്ല ഇതാണ് ഈ സഹോദരൻ എന്നുള്ളത്. പരസ്പരം അറിയാതെ ഉള്ളതായ പരസ്പര കഴുകൽ നാം ഇവിടെ കാണുന്നു. ഹോസ്പിറ്റാലിറ്റി ഈസ് വെരി കോമൺ ഇൻ ഇന്ത്യ, ഇൻ ഓൾ ദി അതർ ഏഷ്യൻ കൺട്രീസ്. നമ്മുടെ നാട്ടിലൊക്കെ അത് വളരെ ഭംഗിയായിട്ട് ഉണ്ടായിരുന്ന ഒരു വലിയ അടയാളമാണ് ഈ ആതിഥ്യമര്യാദ. ഇല്ലേ? നമ്മുടെയൊക്കെ വീട്ടുകളിലൊക്കെ പഴയ കാലത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളത് കൊടുത്തില്ലെങ്കിലും വരുന്നവരെ നല്ലതുപോലെ സൽക്കരിച്ച് വിടുന്നതായ ഒരു പാരമ്പര്യം നമ്മുടെ അമ്മയപ്പന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാനൊരു 3 വർഷം എത്യോപ്യയിൽ ജീവിച്ച ഒരാളാണ്. എത്യോപ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ആശ്രമമൊക്കെ വിസിറ്റ് ചെയ്താൽ ആശ്രമത്തിൻ്റെ വാതിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിറങ്ങി വന്ന് നമ്മളെ അവിടെ ഇരുത്തി നമ്മുടെ കാലുകൾ കഴുകി ചുപ്പിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അത് അവരുടെ രീതിയാണ്. ഹോസ്പിറ്റാലിറ്റി ടു സ്ട്രേഞ്ചേഴ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഇൻ ദ ഈസ്റ്റേൺ കൾച്ചർ. അത് വെസ്റ്റിലില്ല, ഈസ്റ്റിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഏറ്റവും അവസാനമായി ഡൽഹിയിൽ എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് എ സിനോണിമസ് ഫോർ ഫ്രീഡം ഫ്രം സ്ലേവറി ആൻഡ് സെർവൻഹുഡ്. അടിമത്തം, ദാസ്യവേല. അടിമത്തം, ദാസ്യവേല, ഈ 2 കാര്യങ്ങൾ ഈ നമ്മളിന്ന് കാലുകൾ ഉപയോഗിക്കുന്ന ബേസിനെ കുറിച്ചൊക്കെ കഴുകാനുള്ള വട്ടക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വേദപുസ്തകമുള്ളതാണ്, സങ്കീർത്തനത്തിലുള്ളതാണ്.
അടിമത്വവും ദാസ്യവേലയും പഴയ പാരമ്പര്യത്തിൽ വളരെ ശക്തമായി, പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിൽ അത് അവസാനിപ്പിക്കാവുന്നതാണ്. യജമാനൻ ഇറങ്ങി ദാസന്റെ കാലിൽ കഴുകുകയാണ്. യജമാനൻ മാസ്റ്റർ വാഷസ് ദ ഫീറ്റ് ഓഫ് ദ സെർവൻറ്റ്സ്, ദ ഡിസൈപ്പിൾസ്. തിരിച്ചാണ് ഡിസൈപ്പിൾ കഴുകിയെടുത്ത് യജമാനൻ കഴുകുകയാണ്. അങ്ങനെയാണ് നമ്മുടേത്. ഞാൻ നിങ്ങളോട് പറയാണ്, മക്കളൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും, 2-3 മക്കൾ എന്തായാലും കാണുകയായിരിക്കും. വല്ലപ്പോഴും വീട്ടിൽ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഒരു ദിവസം ഭാര്യ ഭർത്താവിൻ്റെയും മക്കളുടെ 2 പേരുടെയും ഒരു പ്രാർത്ഥനയൊക്കെ നേരത്തെ കാലിൽ കഴിയുന്നുണ്ട്. 2-ാം ദിവസം ഭർത്താവ് മക്കളെയും ഭാര്യയും എഴുതി കാലിൽ കഴിയുന്നു. അച്ഛന്മാർക്ക് ചെയ്യാം, കാലിൽ കഴിയുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി, യൂണിറ്റിയൊക്കെ കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇത് പ്രാക്ടിക്കലി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു ദിവസം വർഷത്തിലൊരിക്കൽ നടത്തേണ്ട ഒരു ചടങ്ങല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൃത്യമായി നാം അത് ചെയ്തിരിക്കണം. അത് കുടുംബങ്ങളിൽ ലിറ്ററലായിട്ട് ചെയ്യാം. അത് കുടുംബത്തിലെ മക്കൾക്ക് അപ്പനോടും അമ്മയോടും, അപ്പന് അമ്മയോടും മക്കളോടും, അമ്മയ്ക്ക് അപ്പനോടും മക്കളോടും ഒക്കെയുള്ളതായ ബന്ധത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കുവാൻ ഇടയാണ്. ഇന്ന് ശരിയാണെന്ന് അറിയാൻ പറ്റില്ല, നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു വീട്ടിലാണ് 2 പേര് താമസിക്കുന്നത്, 2 റൂമിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണത്തില്ലെന്ന് ഞാൻ വിചാരിക്കുക. 2 റൂമിലാണ്. പിന്നെ അത് മുറിച്ച് വരും. പിന്നെ 2 വീട്ടിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആലോചിക്കുന്നത്. ഡിസന്റിഗ്രേഷൻ ഓഫ് ഫാമിലി അവസാനിപ്പിക്കണം. നമുക്ക് 3 കാര്യങ്ങളാണ് ഉള്ളത്: ഇന്റഗ്രേഷൻ, ഡിസന്റിഗ്രേഷൻ, റീഇന്റഗ്രേഷൻ. നമ്മുടെ പൂർവികർ ഇന്റഗ്രേഷൻ ആയിരുന്നു, സംയോജിത കാലഘട്ടത്തിലായിരുന്നു. നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ നാം ഡിസന്റിഗ്രേഷനിലായിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി എല്ലാവരും റീഇന്റഗ്രേഷനിലേക്ക് വിളിച്ചതാണ്. ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ പോലെ ആകരുത് എന്ന ചിന്ത നമ്മിലുണ്ടാണ്. നല്ലവരാണെങ്കിലായിരിക്കും, തിരിച്ചാണെങ്കിൽ ആകരുത്. റീഇന്റഗ്രേഷൻ, ഒരു പുനർസംയോജന കാലഘട്ടത്തിലേക്ക് വരാനായിട്ട് ഇടയാകുന്ന ഒരു ക്രമമായിരിക്കണം ഉണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. ആക്ട് ഓഫ് ഫീറ്റ് വാഷിംഗ് ഈസ് എ സിംബൽ ഓഫ് സെൽഫ് ഹ്യൂമിലിയേഷൻ. സ്വയം താഴ്ന്നു തരിക, സ്വയം വിനീതനാവുക, മറ്റുള്ളവർ അവഗണിക്കുന്നതിന് മുമ്പോട്ട് സ്വയം അവഗണിതനാവുക. അങ്ങനെയാകുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ ശ്രേഷ്ഠയായി നിൽക്കുവാനായിട്ട് നമുക്കിടയാകും. കർത്താവ് 2000 വർഷം മുമ്പ് കാലിൽ കഴിയെങ്കിൽ ഇന്നും കർത്താവിൻ്റെ തലമുറകൾ വാഴ്ത്തുന്നു. നാം കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കളായി മാറണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മിക്കട്ടെ. യേശുദമ്പുരാൻ 2 സ്ഥലങ്ങളിൽ മാത്രമേ എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 സ്ഥലങ്ങളിൽ. ഒന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ പ്രകാരം ചെയ്യും. 2 കാലുകൾ കഴുകിയപ്പോൾ നിങ്ങൾ പരസ്പരം കാലുകൾ കഴുകി എന്നാണ് പറഞ്ഞത്. പരസ്പരം കാലുകൾ കഴുകിയെന്ന കർത്താവ് ശിഷ്യന്മാർക്ക് നൽകി. അന്ന് പത്രോസും യാക്കോബും യോഹന്നാനും തോമയൊക്കെ ആണെങ്കിൽ ഇന്ന് യൂഹാനും ലിജുവും ഒക്കെയാണ് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മളൊക്കെയാണ് കർത്താവ് ശിഷ്യന്മാരുടെ പിൻഗാമികളായി നിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ പരസ്പരം കാലം എഴുതുന്ന കൂദാശ നിർവഹിക്കാനായിട്ട് ഇടയാകണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകളോട് സംഹരിക്കുന്നു. സർവേശ്വരൻ അനുഗ്രഹത്തോടുകൂടി ബ്രൈഡൽ ചേമ്പറിലെ മണവറയ്ക്കുള്ളിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.